നമസ്കാരം. 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 പുതിയ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നില്ല, എന്തോ? ഇത് നമ്മുടെ കേക്കുമാർ അല്ലേ, കേക്കുമാർ എന്ന് പറഞ്ഞ കമ്പനി ഇല്ലേ, ഷെർണൂർ ബേസ്ഡ്. അതായത് ഈ ഹാൻഡ് ടൂൾസിന്റെ ഒരു ബ്രാൻഡഡ് ഐറ്റമാണ് ഈ കേക്കുമാർ എന്ന് പറഞ്ഞത്. അവരുടെ പുതിയ ഐറ്റംസ് വന്നേക്കുന്നത്. നമ്മൾ അവരുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടായിരുന്നു, SR പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവരുടെ ഫ്രാഞ്ചൈസി കഴിഞ്ഞ 2 മാസം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ആദ്യം ഒരു സ്റ്റോക്ക് വന്ന്, രണ്ടാമത് വീണ്ടും സ്റ്റോക്ക് വന്നതാണത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പാര നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതേ അതൊരു ലൈറ്റായിട്ടുള്ള സാധനമാണ്. ഒരു 2-3 മാസത്തിനുള്ളിൽ അതിൻ്റെ പണി അങ്ങ് തീരും നമ്മൾ സാധാരണ പാര വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇത് ലൈഫ് ലോങ്ങാണ്. ഇതിന് ഇത് നല്ല 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 സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് ഇത് തേങ്ങ മാത്രമല്ല, അതിൻ്റെ മടലില്ലേ, മടലും വേണം നമുക്കിത് പൊളിക്കാൻ പറ്റും. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതുണ്ടോ, കാണണ്ടേ? ഇതാകുമ്പം 2 ഇതാ, അത്യാവശ്യം നല്ല ഹെവിയാ, ഒന്നും ആവത്തില്ല. ഒരു തേങ്ങ പതിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലേ നമുക്കിത് ലൈഫ് ലോങ് യൂസ് ചെയ്യാം. സ്ട്രോങ്ങും ആണ്. അവർ വാറണ്ടിയും തരുന്നുണ്ട്. സാധാരണ ഹാൻഡ് ടൂൾസിന് ആരും വാറണ്ടി കൊടുക്കുന്നില്ലല്ലോ. അതായത് ഹാൻഡ് ടൂൾസിലെ ബ്രാൻഡഡ് ഐറ്റമാണ്. പിന്നെ അതാണ് ഇത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയിലേക്കില്ലേ, കരിയില ഇങ്ങനെ കുത്തിയെടുക്കാം. പിന്നെ വേറെ ഒരു കസ്റ്റമർ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞാൽ, ഇതിനകത്ത് ചിക്കൻ ഇല്ലേ, ചിക്കൻ അങ്ങോട്ട് ഇതാക്കി വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം. 2 വേയാണിത്, നമ്മുടെ നാടൻ സെറ്റപ്പ്. അത്യാവശ്യം 2 കാര്യങ്ങൾ ഒരു ഇത് നടക്കില്ല. അതുപോലെ തന്നെ ഇതില്ലേ, ഇത് നമുക്കെന്ന് പറഞ്ഞാൽ സാധാരണ തേങ്ങ തിരുമ്പുന്ന സാധനം ഉണ്ടല്ലേ, ഇത് അതേമാതിരി തന്നെ നമുക്കിത് പിന്നെ ഇത് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഇറച്ചി, മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിയാൻ പറ്റും. ഇങ്ങനെ നല്ല നല്ല മൂർച്ചയുള്ള ഇതാണ്. പുതിയതായിട്ട് ഇറക്കി. ഇത് ഇറച്ചി, മീൻ മാത്രമല്ല, നമ്മളെ വെജിറ്റബിൾ എല്ലാം ഇതാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ പിന്നെ കത്തി കണ്ടിട്ടില്ലേ, കത്തിയുടെ ഒരു വിപുലമായ ശേഖരം തന്നെ അവരുടെ കയ്യിലുണ്ട്. അതായത് ഈ വീട്ടമ്മമാർക്ക് മീനൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കത്തി മുതൽ നമ്മുടെ കശുവണ്ടി ഫാക്ടറിയിൽ പിന്നെ കശുവണ്ടി അതിൻ്റെ ആ ചെറിയ കത്തി, അതുപോലെ നമ്മുടെ ഗാർഡനിലൊക്കെ ബഡ് ചെയ്യത്തില്ലേ, ബഡ്, അതിൻ്റെ ഇത്, പിന്നെ ഇത് നമ്മുടെ അടക്ക പൊളിച്ചെടുക്കുന്നത്. അങ്ങനെ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പിന്നെ സാധാരണക്കാർക്ക് ആവശ്യമായ എല്ലാ തരം ഹാൻഡ് ടൂൾസും അവരുടെ അതിൻ്റെ ഒരു വിപുലമായ ഷെയറും തന്നെ അവരുടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടല്ലേ, ഇത് നമുക്ക് പിന്നെ കത്തി പിന്നെ മൂർച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഉരയ്ക്കാൻ പറ്റും. ഇതിട്ട് ഉരച്ച് മൂർച്ച വരുത്താൻ പറ്റും. പിന്നെ കള വീശി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, തൂമ്പ ഉണ്ടല്ലേ, ഇതുണ്ടോ? ഈ തൂമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടി ഒടിയുന്നത് ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ വന്നപ്പം അവർ ഏതാണ്ട് ഇതിവിടെ ഇങ്ങനെ ചുറ്റിട്ട് ഞാൻ മേളിൽ കൊണ്ടുവന്ന് ബെൽഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അതായത് ഈ തൂമ്പ ഒടിഞ്ഞാലും പിടി ഒടിയത്തില്ല. കോടാലി ഉണ്ടല്ലേ, കോടാലി ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവിടെ കയറ്റിയിട്ട് ബെൽഡ് ചെയ്ത് വെച്ചിരിക്കുക. ഈ സൈഡിൽ ഇതുകൊണ്ട് ഇതും കോടാലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും പിടിക്കൊന്നും പറ്റത്തില്ല. ആ രീതിയിലാണ് ഇത്. നമ്മുടെ SR പവർ ടൂൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ കാലം തൊട്ടുള്ള ഒരു കസ്റ്റമറാണ് ശ്രീ രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ കടയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ചോദിക്കാം. നമുക്ക് ഈ നാട്ടിൻ പ്രദേശത്ത് ഇത്ര വിപുലമായ സജ്ജീകരണങ്ങളുള്ള ഒരു ഷോപ്പ്, ഇപ്പോൾ എന്ത് കാര്യങ്ങൾക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലൊരു സാധനം ചിന്തിക്കുന്നത്, അതിവിടെ വരുമ്പോൾ ഇവിടെ സാധനം ഉണ്ടാവും. പിന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു ടൂൾസിനെ കുറിച്ച് ചോദിച്ചാൽ ഇവിടുത്തെ ഓണർക്കായാലും സ്റ്റാഫിനായാലും അതിന്ന സാധനം ഉണ്ട്, ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ അത് തിരക്കി കൂടുതലെങ്കിലും പോകേണ്ടി വരുന്നില്ല. ഒറ്റ ഷോപ്പിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന എഞ്ചിനീയറാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ടൂൾസിനെയും വാഹനങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഏത് ടൈമിലും പുള്ളിക്ക് ടൂൾസ് ആവശ്യമാണ്. അന്നേരം ചില സാധനങ്ങൾ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം രൂപരേഖ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം വരുത്തി കൊടുക്കും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏത് തിരക്ക് വരുമ്പോഴും ഉണ്ടാവും നമുക്ക്.
നമസ്കാരം. നമസ്കാരം. പിന്നെ ഞാൻ ഇപ്പം തിരുവനന്തപുരത്താണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് അപ്പം ഇത് കണ്ടിട്ട്, നമ്മുടെ സാറിനെ കണ്ടിട്ട് പുള്ളിക്കൊരു ആശയമുണ്ട്, പുതിയൊരു കട തുടങ്ങണമെന്നുള്ളത്. അത് റെന്റൽ ഷോപ്പാണോ അതോ സെയിലാണോ? രണ്ടുമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ പോസിബിലിറ്റി അനുസരിച്ചാണ്. അപ്പം അതിന്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണ്, നമുക്കൊരു കട തുടങ്ങുന്നതിന് എന്തൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിന്ന് സാറിന്റെ ഭാഗത്ത് നിന്നും നമ്മുടെ SRL നിന്നുള്ള എന്താണ് അതിനുള്ള സഹായങ്ങളൊക്കെ? ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും പലരും നേരിട്ട് വിളിച്ചിട്ട് ഈ ഒരു പവർ ടൂൾസ് കട തുടങ്ങിയാൽ, അതല്ലെങ്കിൽ റെൻ്റലിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ സെയിലിൻ്റെ കട തുടങ്ങിയാൽ എങ്ങനെയുണ്ട്, ലാഭകരമാണോ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാറുണ്ട്. പിന്നെ അന്നേരം നമ്മൾ അവരോട് പിന്നെ ആദ്യമേ തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ഏരിയയിൽ എവിടെയാണ് നിങ്ങളിത് കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ആ ഏരിയയിൽ, അതായത് തൊട്ടടുത്ത് ഒരു 5 കിലോമീറ്ററോ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ, പ്രത്യേകിച്ച് റെൻ്റലാണെന്നുണ്ടെങ്കിൽ തൊട്ട് അടുത്ത് കടയുണ്ടോ, പിന്നെ തൊട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിലാണെങ്കിൽ ആ ജംഗ്ഷൻ്റെ 4 റോഡുണ്ടെങ്കിൽ ആ 4 റോഡിലും റെന്റൽ ഷോപ്പ് ഉള്ള ഒരു കട കാണും. ഒരു കടയല്ല, 4 കട. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആക്ച്വലി ഒരു ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കടക്കുള്ള പിന്നെ ഒരു ഇതേ കാണത്തുള്ളൂ, സാധ്യതയുള്ളൂ. അവിടെയാണ് ഈ കൊണ്ടുവന്ന് ഈ 4 കട ഇട്ട് കഴിയുമ്പോൾ ഈ 4 പേർക്കും കച്ചവടം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് വരികയും നേരത്തെ അങ്ങനെ കട തുടങ്ങിയവർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അന്നേരം അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, ഇമ്പോർട്ടൻ്റ്. ഞാൻ അന്നേരം അവരോട് പറയാറുള്ളത്, നിങ്ങൾ തുടങ്ങുന്ന ലൊക്കേഷൻ എവിടെയാണ്, അത് നിങ്ങൾ എന്നോട് പറയണമെന്നില്ല, ഏത് ലൊക്കേഷനിലായാലും അവിടെ വേറെ തൊട്ടടുത്തൊരു കട ഉണ്ടാവരുത്. കാര്യം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഒരു കടയുടെ കീഴിൽ അടുത്തൊരു കട ഇട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കച്ചവടം പോവും, ഈ പറയുന്ന തുടങ്ങാൻ പോകുന്ന ആളിൻ്റെ കച്ചവടം. അന്നേരം അതുകൊണ്ട് പുതിയ ഏരിയയിൽ, അതായത് ഇത് ഈ കടകൾ അധികം ഇല്ലാത്ത ഒരു ഏരിയയിൽ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഏരിയകളിൽ കട പോസിബിലിറ്റി, അതാണ് ആദ്യം പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ചിലരാണെങ്കിൽ നല്ല ഈ പ്രവാസികൾ അല്ലെങ്കിൽ എക്സ് മിലിറ്ററി ആയിട്ട് അവർ പെൻഷൻ പറ്റി വന്നിട്ട് ഉടനെ ഇങ്ങനെ ചാടിക്കരുത് ഇതിനൊക്കെ ചിന്തിക്കാതൊക്കെ തുടങ്ങുന്നവരുണ്ട്. അന്നേരം അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം ഒരു കട തുടങ്ങുമ്പോൾ ഒരു റെൻ്റൽ ഷോപ്പ് തുടങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ സെയിലും റെൻ്റലും കൂടെ ഒരു കട സെറ്റിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇപ്പോൾ എക്സ് പ്രവാസി ആണെങ്കിൽ വന്നിട്ട് കുറച്ചാൾ 6 മാസം ഇത് ചെയ്തിട്ട് ഇത് കളഞ്ഞിട്ട് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പോകുകയെന്ന് വെച്ചാൽ അതുകൊണ്ട് അതൊരു ബെനിഫിറ്റ്. നമ്മൾ തന്നെ നോക്കി നടത്തണം. നമ്മൾ തന്നെ നോക്കി നടത്താനാണെന്നുണ്ടെങ്കിൽ അന്നേരം അവരോട് പറയേണ്ടത്, നിങ്ങൾക്ക് തന്നെ ഇത് നോക്കി നടത്താൻ പിന്നെ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലാഭകരമായിട്ടുള്ള ഒരു അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതായത് നമ്മൾ കട തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് മറ്റു ജോലിക്ക് പോകാൻ നമ്മൾ തന്നെ നോക്കി നടത്താന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പിന്നെ എപ്പോഴും നമ്മുടെ ഒരു നോട്ടം അതിനകത്ത് ഉണ്ടാവണം. സ്റ്റാഫുകളെ വെക്കാം, ചിലപ്പോൾ സ്റ്റാഫുകൾ ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റാഫുകൾ വെച്ചാൽ നമ്മുടെ ഒരു ദൈനംദിന നമ്മുടെ ഒരു നോട്ടം ഉണ്ടാവണം. ആ രീതിയിൽ ഒരു റെൻ്റലും ഉണ്ട്. ഒരു റെൻ്റലും അതിൻ്റെ കൂട്ടത്തിൽ ഈ അനുബന്ധമായിട്ട് ഈ റെൻ്റലിന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ, ഇപ്പം ഒരു ഒരു ഗ്രൈൻഡർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ബ്ലേഡ് വേണം, ചെയിൻസ് എടുത്തു കഴിഞ്ഞാൽ ചെയിൻ വേണം. അങ്ങനെ അനുബന്ധ സാധനങ്ങൾ നമുക്ക് വെക്കാവുന്ന കാര്യമുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ പല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പ്രോജക്റ്റ്, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അന്നേരം അത് പ്രോജക്റ്റ് ചെയ്യുന്ന നമ്മുടെ ആൾക്കാരുണ്ട്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പ്രോജക്റ്റ് ബേസിൽ ഇവർക്ക് ഇപ്പോൾ എത്ര രൂപയാണോ ലോൺ എടുക്കുന്നത് ആ രീതിയിൽ അത് കാര്യങ്ങൾ ചെയ്തിട്ട് ലോൺ എടുത്ത് അങ്ങനെ ചെയ്ത് വിജയിച്ച കുറേ ആൾക്കാർ നമ്മുടെ ഇതുണ്ട്. സ്ഥിരമായിട്ട് അവർ ഇപ്പോഴും നമ്മുടെ സാധനം എടുക്കുന്നവരുണ്ട്. ചിലർ ഞാൻ ഈ പറഞ്ഞത് ഒരു അനുഭവം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ തുടങ്ങി കുറച്ചാൾ കഴിയുമ്പം ഈ വേറെ മേഖലയിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കാതെ ഇത് ഫ്ലോപ്പായി പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ ലൊക്കേഷൻ മസ്റ്റാണ്, നമ്മൾ നോക്കാനുള്ള ഇത് വേണം. പിന്നെ സമ്പത്തിനെ സംബന്ധിച്ചുകൊണ്ട് ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ EMI ഫെസിലിറ്റി ഉണ്ട്. ബജാജ് നമ്മൾ തന്നെ അതിന്റെ എല്ലാ മാർഗനിർദ്ദേശം കൊടുത്ത് എല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ബാങ്കാണ് ലോൺ കൊടുക്കുന്നത്. എല്ലാം നമ്മൾ കൃത്യമായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം അത് ആ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അവരോട് ആ രീതിയിൽ പറയുക.